ഈ വിമാന ദുരന്തത്തിൽ അജിത് പവാറിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എങ്ങും പരാജയം ഏറ്റുവാങ്ങാത്ത ഒരു നേതാവായിരുന്നു അജിത് പവാർ, അല്ലേ? ഹി വാസ് എ മാസ്റ്റർ മാനിപ്പുലേറ്റർ. മഹാരാഷ്ട്ര പൊളിറ്റിക്സിലെ മാസ്റ്റർ മാനിപ്പുലേറ്റർമാരിൽ ഒരാളായിരുന്നു. മഹാരാഷ്ട്ര പൊളിറ്റിക്സിലെ ആ ഒരു കാലഘട്ടം മാനിപ്പുലേറ്റർ എന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാനിപ്പുലേറ്റർ ബാൽ താക്കറെ ആയിരുന്നു. ബാൽ താക്കറേൻ്റെ അണ്ടറിൽ ഛഗൻ ഭുജ്പാൽ. കോൺഗ്രസിലാണ് ശരത് പവാർ, അജിത് പവാർ. ശരത് പവാറിൻ്റെ അടുത്ത ബന്ധുവാണ് അജിത് പവാർ. അതെ. അതിൻ്റെ വിലാസ് റാവു ദേശ്മുഖ്, അന്തുല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. പക്ഷേ ഇവരത്ര പവർഫുൾ അല്ല. ഇവർ ഈ രാഷ്ട്രീയത്തിൻ്റെ സകല വൃത്തികൾ അതിൽ ബാൽ താക്കറെ അത്രയും കൂട്ടുന്നില്ല. അങ്ങനെ ഒരു വംശീയവും വർഗീയമായ രാഷ്ട്രീയമാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരതല്ല, എല്ലാം കളിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം NCP വിട്ടുപോയി എന്ന് പറയുന്നത് നാടകമാണ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. കാരണം ഇദ്ദേഹത്തിനെതിരെ കേന്ദ്രത്തിലെ അധികാരത്തിലിരുന്ന സമയത്ത് പ്രഫുല്ല പട്ടേൽ ഇവരുടെ നേതാവും ഇപ്പോൾ നല്ല ഒരുപാട് സ്കാംസ് ഇവരെ വലിയ ഉയർന്നു വന്നതാണ്. അപ്പോൾ ഇത് മോഡി ഗവൺമെൻറ് ഓരോന്നായി എടുത്ത് പുറത്തിട്ട സമയത്ത് ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാർട്ടീഷൻ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് BJPയുടെ കൂടെ പോയി എന്നുള്ളതാണ്. അപ്പം രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്നൊക്കെ പറഞ്ഞ് ചാണക്യന് നാണക്കേടായി പോകും. തനി അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരാണ്. അത് BJPക്കും അറിയാം. പക്ഷെ BJP അവിടെ ജയിക്കണമെങ്കിൽ അതേ പറ്റുള്ളൂ. ഇവരുടെയൊക്കെ തലനാടപ്പം അയാളാണ്. ആര്? ശരത് പവാറോ. പക്ഷെ ഒരിടത്തും പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ല. പരാജയം ഏറ്റു മേടിച്ചിട്ടുണ്ടാവില്ല. അതെന്താ പറയുന്നതിൻ്റെ മതി. ദാവൂദ് ഇബ്രാഹിം എവിടെയെങ്കിലും പരാജയം ഏറ്റു മേടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ പരാജയം ഏറ്റു മേടിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങനെ കാര്യമൊന്നുമല്ല. മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പരാജയം ഏറ്റു മേടിക്കാതിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ആളല്ല ഈ പവാർ ഫാമിലി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ അതുകൊണ്ട് തന്നെ ദുരൂഹതയുണ്ട്. ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്നും എന്തൊക്കെയാണ് ഇവരെ വേട്ടയാടുന്നതെന്നും ഇപ്പോഴും ആർക്കും അറിയില്ല. ദുരൂഹമായ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ പവാർ ഫാമിലിയുടെ. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബാരാമുള്ള ആ പ്രദേശത്തുള്ള ഷുഗർകെയിൻ ഫാമേഴ്സ് ഉണ്ട്, കർഷകരുണ്ട്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് ചില അക്കാപ്പിച്ചൊക്കെ കൊടുത്തുകൊണ്ട് അവരൊരു വോട്ട് ബാങ്കായി നിലനിർത്തിക്കൊണ്ട് ഉള്ള രാഷ്ട്രീയമാണ് ഇദ്ദേഹം കളിക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും പല സ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല ബോംബെയിലെ അധോലോകക്കാരും ബോംബെയിലെ രാഷ്ട്രീയക്കാർക്കുള്ള ബന്ധം പകൽ വെളിച്ചത്തിൽ തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ദാവൂദ് ഇബ്രാഹിമിന് ഒരുപാട് തവണ പിടിക്കപ്പെടാൻ ഉള്ള സാധ്യത ഉണ്ടായി. ഡോവൽ തന്നെ പിന്നാലെ കൂടിയിട്ട് എന്തുകൊണ്ട് പിടിപ്പിക്കപ്പെട്ടില്ല? എന്തുകൊണ്ട് പലപ്പോഴും ഓപ്പറേഷൻസ് ലാസ്റ്റ് മിനിറ്റിൽ എന്തുകൊണ്ട് ക്യാൻസലായി? അപ്പം അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലെല്ലാം ഒരു മർക്കി ഇമേജ് മഹാരാഷ്ട്രയിലെ പല രാഷ്ട്രീയക്കാരുടെയും ഈ മെയിൻ സ്ട്രീമിലുള്ള പരമ്പരാഗത രാഷ്ട്രീയക്കാരുടെ മുന്നിലുണ്ട്. BJP അതുകൊണ്ടാണ് BJP അധികാരത്തിൽ വന്നപ്പോൾ ഒരു ഫ്രഷ് ഫേസിനെ അവിടെ കൊണ്ടുവന്നത്. ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്നലെ ഫ്രഷ് ഫേസിനെ അവർ കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വല്ലാത്തൊരു പിടുത്തം ഉള്ള സ്ഥലമാണ്. അപ്പം അതുകൊണ്ട് ശരത് പവാറിന്റെ മരണത്തിൽ ദുഃഖിക്കാനോ അല്ലെങ്കിൽ വലിയ നഷ്ടം നടക്കുന്ന രേഖപ്പെടുത്താനൊന്നും ആവശ്യമൊന്നുമില്ല. ഒരു സാധാരണ എന്തിനും പോകുന്ന രാഷ്ട്രീയത്തെ സകല കുതന്ത്രങ്ങൾ അറിയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. പിന്നെ ആ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്ന് വെച്ചാൽ അത് സാധ്യത വളരെ കൂടുതലാണ്. BJP ചേർത്ത് നിർത്തിയത് അത് അവരുടെ ഒരു BJPയെ സംബന്ധിച്ച് മഹാരാഷ്ട്ര അധികാരം പിടിക്കാൻ വേണ്ടിയില്ല. അടുത്ത ഘട്ടത്തിൽ ഇവർ ഓരോരുത്തരെ എടുത്ത് കളയുകയും ചെയ്യും. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അവിടെ തോറ്റു പോകുകയായിരുന്നു. ഇവർക്ക് കുറച്ച് വോട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് BJP ചെയ്തതല്ല. BJPക്ക് ഇവരോടൊന്നും ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ടല്ല. BJPക്ക് ഇവരെ അറിയുകയും ചെയ്യും. ഇവരൊപ്പം BJP നൽകാൻ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് ഉപയോഗിച്ചു. ഏകനാഥ് ഷിൻഡെ പറ്റി BJP നല്ല അഭിപ്രായം. അതിലും നല്ല അഭിപ്രായം ഉദ്ധവ് താക്കറേനെ പറ്റിയായിരിക്കും. പക്ഷേ ഉദ്ധവ് അപ്പം പോയിപ്പോയി. അതുകൊണ്ടാണ് ഉദ്ധവിന് സീനിയർ പാർട്ണറാണ്. അതിപ്പോഴത്തെ സാഹചര്യത്തിൽ BJP കൊടുക്കാൻ പറ്റില്ല. BJP ആണ് അവിടെ സീനിയർ പാർട്ണർ ആയിട്ട് BJP ഒരുപാട് തവണ അവരായിട്ട് കോംപ്രമൈസ് ചെയ്തതാണ് ശിവസേന. BJPക്ക് ഇതിൽ ദുഃഖിക്കാനൊന്നുമില്ല. BJPക്ക് ഇതിൽ വേറെ പങ്കാളിത്തം ഉണ്ടാവില്ല. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇപ്പോൾ BJPയുടെ അണ്ടറിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ്. വേറെ എന്തെങ്കിലും സാധ്യത എന്ന് പറയുമ്പോൾ ബിസിനസ് റിവൽറിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധ്യതകളുണ്ട്. കുടിപ്പകയോ ബിസിനസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള കുടിപ്പക, ഏതെങ്കിലും ആളുകളുടെ പ്രതികാരം നമുക്കറിയില്ലല്ലോ. മുംബൈ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കുടിപ്പക ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ വലുതോ ഒരു ദിവസം നമ്മുടെ അനിൽ അംബാനി രാവിലെ അയാളെ ഹെലികോപ്റ്റർ എടുക്കാൻ നോക്കിയ സമയത്ത് ഹെലികോപ്റ്ററിന്റെ ഇന്ധന ടാങ്കിനുള്ളിൽ ഒരു കല്ല് അത് കണ്ടുപിടിച്ചുകൊണ്ടെന്ന് അയാൾ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട വലിയ കാര്യമില്ല, പാപ്പരായിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് YS രാജശേഖര റെഡ്ഡി മരിക്കുന്നത്. YS രാജശേഖര റെഡ്ഡി ഇതുപോലെ
ആ ദുരന്തത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ കല്ലെടുത്തിട്ടായിരിക്കും. അനിൽ അംബാനിയെയും അജിയസ് രാജശേഖര റെഡ്ഡിയെ കണക്ട് ചെയ്ത സംഭവമുണ്ട്. കാവേരി ബേസിലെ നാച്ചുറൽ ഗ്യാസിന്റെ പ്രൊഡക്ഷനാണ്. ആ നാച്ചുറൽ ഗ്യാസിന്റെ കൺട്രോൾ ഇല്ലാതെ പോയതാണ് അനിൽ അംബാനിയുടെ തകർച്ചയ്ക്ക് കാരണം. അതിന്റെ വില കൂട്ടിയാണ് വില കൂട്ടി അത് ഒരു തരത്തിൽ ഇന്ത്യൻ ബേസ്ഡ് കമ്പനികളെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ഇദ്ദേഹം ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല സാധനങ്ങളും വന്നിരുന്നു. ഇതൊക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിച്ചത് നമുക്ക് മനസ്സിലാവും. ചില ആളുകളൊക്കെ ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം അങ്ങനെയുള്ള ദുരൂഹതകളുണ്ടാവും. ആ ദുരൂഹതകളുടെ അതൊന്നും ഒരിതും പുറത്തു തരാൻ പോകുന്നില്ല. വൈഎസ് രാജശേഖര റെഡ്ഡി എങ്ങനെ മരിച്ചത് ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, പക്ഷെ അതൊരു ടെക്നിക്കലായിട്ട് ക്ലൈമറ്റിക് ചേഞ്ചിന്റെ പ്രശ്നം എന്ന് വന്ന് തള്ളി ആണ് റിപ്പോർട്ട് വന്നത്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ മരണം, നമ്മുടെ റാവത്തിന്റെ മരണം. അതേതോ ഇതുപോലെയല്ല, ഏതോ വിദേശ ശക്തികൾ എന്തോ മണിയൊപ്പിച്ചതാണ് രാജ്യത്തിനെതിരെ. പക്ഷെ അതങ്ങനെ നമുക്ക് ന്യൂസ് കൊടുക്കാൻ പറ്റില്ല, അത് പുറത്തു വരില്ല, അത് കവർ ചെയ്യും. എന്നിട്ട് അത് വിദേശ ശക്തികൾ ആരാന്ന് കണ്ടെടുത്ത് അതിന് മറുപടി കൊടുക്കും. ഇതൊക്കെ ഒഫീഷ്യലായിട്ട് വരുന്ന പക്ഷേ എപ്പോഴും നമുക്ക് വിശ്വസനീയമായിരിക്കില്ല. പക്ഷെ നാട്ടുകാർക്ക് ആശ്വാസം നൽകുന്നതിന് വിശദീകരണങ്ങളാണ്. അതുപോലെ തന്നെ ഇതിന്റെ കാലങ്ങളൊന്നും പുറത്തു വരില്ല, പക്ഷെ IBK റോയ്ക്കൊക്കെ അറിയുണ്ടാവും. ടെക്നിക്കൽ അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ BJP ഭരണം പിടിച്ചെടുത്തോടുകൂടി ഇത്തരത്തിലുള്ളവരുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരെല്ലാം ഇനി ഭാവിയിൽ ഇത് ശുദ്ധീകരിച്ച് മഹാരാഷ്ട്രയെ തന്നെ ശുദ്ധീകരിക്കുന്ന രീതിയിലേക്ക് BJP മാറുക. അതുണ്ട്. അതാണ് BJPയുടെ ഉദ്ദേശം. BJP അല്ല RSSന്റെ ഉദ്ദേശം. പതുക്കെ അതാണ് AR റഹ്മാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് കണക്ട് ചെയ്ത് വായിക്കാം. AR റഹ്മാൻ പറഞ്ഞ വർഗീയതയുടെ ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ചില എലിമെന്റ്സ് ഉണ്ടായിരുന്നു, അതിനെ വിഭാവനം ചെയ്യുമെന്ന് പണ്ടേ അവർ ഡിക്ലെയർ ചെയ്തതാണ്. അത് പിന്നെ AR റഹ്മാൻ പറഞ്ഞു വന്നപ്പോൾ ഓളത്തിന് പറഞ്ഞു പോയതായിരിക്കും. കാരണം AR റഹ്മാനെ പോലെ ഒരാളോടൊന്നും ഇവർക്ക് വലിയ പ്രശ്നമുള്ളതായി എനിക്ക് തോന്നിയിട്ടില്ല. AR റഹ്മാൻ, അബ്ദുൽ കലാം, അത് AR റഹ്മാൻ പറ്റിയൊരു വീഴ്ചയാണ് പരാമർശം. അത് നടത്തേണ്ട ആവശ്യമില്ല. പക്ഷെ ബോംബെ ക്ലീൻ ചെയ്യാന്നുള്ള ഉദ്ദേശം RSSകാർക്കുണ്ട്, RSSനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം എലിമെന്റ്സിനെ അവർ താൽക്കാലികമായി കൂടെ നിർത്തുന്നതാണ്. അപ്പൊ അവര് പോയി വിചാരിച്ച് ഇവർക്ക് നഷ്ടമൊന്നും വരാം. അതിനകത്ത് വേറെ ഒരാളെ നിർത്തും, അവിടെ ഇലക്ഷൻ നടക്കും, അയാൾ ജയിച്ചു വരും. സാധാരണ രംഗത്തിൽ BJP ഗവൺമെന്റ് സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യും. BJP ഇതിന് നഷ്ടമൊന്നുമില്ല. പിന്നെ പരസ്യമായി BJPക്കാർ നടുക്കൊക്കെ രേഖപ്പെടുത്തും, കാരണം അവിടെ സഖ്യകക്ഷിയാണ്. നിങ്ങൾ ഈ പറഞ്ഞത് തോൽക്കാത്ത ആളാണ്. നിങ്ങൾ തോൽക്കാത്ത ആളാണ് എനിക്ക് സംശയമുണ്ട് കേട്ടോ. അഴിമതി ചെയ്തത് അല്ല, അതുകൊണ്ടല്ല, എനിക്ക് എവിടെ തോറ്റോന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ചെക്ക് ചെയ്യണം, പെട്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഇത് പക്ഷേ അദ്ദേഹത്തെ പറ്റി അറിയാം നമുക്ക്. തോൽക്കാത്ത ആളെന്ന് പറഞ്ഞാൽ അതിന്റെ സാങ്കേതിക വശം ഉപയോഗിച്ച് പറഞ്ഞതാണ്. വലിയ പരാജയം ഏറ്റുവാങ്ങാതെ എന്നും വിജയിച്ചു നിന്നിട്ട് ഒരു അലങ്കാരിക ഉപയോഗിച്ചിരിക്കും. അതിവിടെ അത് നമ്മുടെ നാട്ടിൽ ചിലർ ഒന്നും മരണം വരെ തോറ്റിട്ടില്ലായിരുന്നു. ചില ആളുകൾ നല്ല മനുഷ്യന്മാരുണ്ട്, ചില ആളുകൾ അഴിമതിക്കാരായ ആളുകൾ ചിലത് മരണം വരെ തോറ്റിട്ടില്ലായിരുന്നു. അപ്പൊ അതൊക്കെ സ്വാഭാവികമാണ്. അതൊന്ന് വലിയ ആഫ്റ്റർ ഓൾ ജനമനസ്സിൽ നിങ്ങൾക്കുള്ള ഒരു ഇമ്പാക്ട് എന്താണ്? ഇപ്പൊ നിതീഷ് കുമാർ മരിച്ചാൽ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും. നിതീഷ് കുമാർ വാല്യബിളായ കോൺട്രിബ്യൂഷൻ രാജ്യത്ത് നൽകിയിട്ടുള്ളൊരു ഇവൻ ജയലളിത മരിച്ചപ്പോൾ ഞാൻ വിഷമിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഒരു സിനിമാ നടിയുടെ പക്വതയില്ലായ്മയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അവരാ ജനങ്ങളെ സ്നേഹിച്ചത്, പ്രത്യേകിച്ച് അവർ 2-3 ഘട്ടത്തിലൊക്കെ. അതൊക്കെ മരണപ്പോഴും ഒരു വേദനയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ ഞാൻ അജിത് പവാറിൽ കാണുന്നില്ല. നമ്മൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയക്കാരൻ്റെ മരണം പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.